വ്യത്യസ്ത മേഖലകളിൽ ഉയർന്നു വന്നിട്ടുള്ള എത്രയോ പ്രതിഭാശാലികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ വിജയരഹസ്യം അന്വേഷിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, അവരെല്ലാം തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടവരും അത് മനസ്സിൽ ഉറപ്പിച്ചവരുമായിരിക്കുമെന്ന്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ അതെല്ലാം പുല്ലുപോലെ വകഞ്ഞുമാറ്റി മുന്നോട്ടു പോകാൻ അവർക്ക് സാധിച്ചു. മനസ്സെന്ന മഹാമാന്ത്രികൻ്റെ സഹായം കൊണ്ടാണ് ഇവരെ ഈ വിജയത്തിലെത്തിച്ചത്. അതുപോലെ തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, പഠിച്ചതെല്ലാം മറന്നുപോകുന്നു, പഠിച്ചതൊന്നും ഓർമ്മയിൽ കിട്ടുന്നില്ല, മറന്നുപോകുന്നു. ഇതാണല്ലോ ഇന്നത്തെ പഠിക്കുന്ന കുട്ടികളുടെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങൾ. കൂടാതെ മനസ്സിലെ മാലിന്യങ്ങളായ നെഗറ്റീവ് ചിന്തകൾ അഥവാ മോശം ചിന്തകളും അതുമൂലമുണ്ടാകുന്ന ആവശ്യമില്ലാത്ത ആശങ്കകൾ, ഭയം, ദുഃഖം, സംശയം, അപകർഷതാബോധം, അസൂയ, കുശുമ്പ്, പക എന്നിവയും ഇതുമൂലമുണ്ടാകുന്ന ഉത്കണ്ഠ, പിരിമുറുക്കം അഥവാ സ്ട്രെസ് എന്നിവയും മനുഷ്യനെ അസുഖങ്ങളിലേക്ക് മാറ്റുന്നു. മനസ്സെന്ന മഹാമാന്ത്രികൻ്റെ സഹായം നിങ്ങൾക്കും വേണോ? എങ്കിൽ ഇപ്പോൾ തയ്യാറായിക്കോളൂ. നിങ്ങൾക്കും ഉയരങ്ങൾ കീഴടക്കാം. ഏതു കാര്യത്തിലും നിങ്ങൾക്ക് ഒന്നാമനാകാം. പരീക്ഷകളും ഇൻ്റർവ്യൂകളിലും അനായാസം മറികടക്കാം. ഇതിനെല്ലാം വേണ്ടി മനസ്സിനെ ശാന്തമാക്കാം, ശക്തമാക്കാം. പോസിറ്റീവ് ചിന്തകൾ നൽകി മനസ്സിനെ ശക്തമാക്കാം, ശാന്തമാക്കാം, ക്ഷമശീലിക്കാം. അതിനെല്ലാം വേണ്ടി യോഗാസനങ്ങളും ധ്യാനവും ദീർഘശ്വസന ക്രിയകളും പ്രത്യേകിച്ച് പ്രാണായാമം, യോഗനിദ്ര എന്നിവ ശീലമാക്കാം.